ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കറിയാണിത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു എഗ് കറിയാണിത്. തേങ്ങ ഒട്ടും തന്നെ ചേർക്കുന്നുമില്ല. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ കറി നെയ്യിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നെയ്യിൽ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇപ്പം നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് ഏതെങ്കിലും എണ്ണ ചേർത്താലും മതി. പക്ഷെ നെയ്യ് ചേർക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് പൊട്ടിക്കാം. കടുകൊന്നും ഈ കറിക്ക് ചേർക്കണില്ല, ജീരകമാണ് ചേർക്കുന്നത്. ജീരകം പൊട്ടി തുടങ്ങിയാൽ ഉടനെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. തീ സിമ്മിൽ വെച്ചിട്ട് വേണം ജീരകം ചേർക്കാൻ വേണ്ടിയിട്ട്. ജീരകം കരിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 1/2 മുറി വരെ ചേർക്കാം. നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ല ബ്രൗൺ നിറത്തിൽ വഴറ്റിയെടുക്കണ്ട, പക്ഷെ ട്രാൻസ്പെറൻറ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പേസ്റ്റായിട്ട് ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. പേസ്റ്റായിട്ടല്ല ചേർക്കുന്നതെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെ നെയ്യിൽ വഴറ്റിയെടുക്കുക. അതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തീ സിമ്മിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരണം. ഞാനിവിടെ 15 അണ്ടിപ്പരിപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പേസ്റ്റ് പോലെ അത്രയ്ക്ക് നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല, എന്നാലും ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. ഈ സമയത്ത് ചേർത്താൽ അധികം എരിവ് കറിയിലോട്ട് ഇറങ്ങത്തുമില്ല, പച്ചമുളക് വെന്ത് പോകത്തുമില്ല. അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്തുകൊണ്ട് ഗ്രേവി നല്ല തിക്കായിട്ട് വരും. നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിയുടെ അളവ് ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇതിൽ കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്നാലേ മസാലയൊക്കെ അകത്ത് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. തീ സിമ്മിലോട്ടാക്കി വെക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു എഗ് കറിയാണിത്. നല്ല ടേസ്റ്റുമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണിത്. ചോറിനും പൊറോട്ടയ്ക്കും എന്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.